ഇന്ന് രാവിലെ മുതൽ വടക്കേ ഇന്ത്യയിലുടനീളം ഒരു വലിയ ആശങ്കയുണ്ട്. കൂടുതൽ ആഴത്തിൽ വേരൂന്നിയ അത്യന്തം അപകടകരമായ ഒരു ഭീകര ശൃംഖലയെ കണ്ടെത്താൻ സുരക്ഷാ ഏജൻസികൾ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഓരോ മുക്കും മൂലയും അരിച്ചു പെറുക്കുകയാണ്. ഡൽഹിയിലെ ചെങ്കോട്ട സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ദേശീയ സുരക്ഷാ ഏജൻസിയായ NIA ജമ്മു കാശ്മീരിലും ഉത്തർപ്രദേശിലുമായി വൻതോതിലുള്ള ഏകോപിത റെയ്ഡുകൾ ആരോപിച്ചു. കേസിലെ കൂടുതൽ ആഴത്തിലുള്ള ഭീകര ശൃംഖലയെ കണ്ടെത്താനും തകർക്കാനും ലക്ഷ്യമിട്ടിട്ടാണ് ഈ നീക്കം. സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതായി NIA-യുടെ ജമ്മു, ശ്രീനഗർ, ഡൽഹി യൂണിറ്റുകൾ സംയുക്തമായിട്ടാണ് ഈ റെയ്ഡുകൾ നേതൃത്വം നൽകുന്നത്. ഭീകരപ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സുരക്ഷിത താവളങ്ങൾ ഒരുക്കുക, മറ്റ് ലോജിസ്റ്റിക് പിന്തുണ നൽകുക, സഹായങ്ങൾ നൽകുക എന്നിവയിൽ പങ്കാളികളായതായി സംശയിക്കുന്നവരെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. റെയ്ഡ് നടത്തിയ സ്ഥലങ്ങളിൽ നിന്ന് ഡിജിറ്റൽ ഉപകരണങ്ങൾ, വിവിധ രേഖകൾ, മറ്റ് നിർണായക വസ്തുക്കൾ എന്നിവ അന്വേഷണത്തിനായി പിടിച്ചെടുത്തിട്ടുണ്ട്. സ്ഫോടനത്തിന് പിന്നിലെ വലിയ ശൃംഖലയെ തിരിച്ചറിഞ്ഞ് നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ് അന്വേഷണത്തിന്റെ പ്രഥമ ലക്ഷ്യം. സ്ഫോടനത്തിന് മുമ്പ് ചാവേർ ബോംബറായ ഉമറുൻ നബിയെ ഒളിപ്പിക്കാനും സഞ്ചരിക്കാൻ സഹായിക്കുകയും ചെയ്ത ഫരീദാബാദിൽ നിന്നുള്ള 7-ാം പ്രതി സോയാബിന്റെ അറസ്റ്റ് നടന്ന ദിവസങ്ങൾക്കകമാണ് നിലവിലെ ഈ നീക്കം. സ്ഫോടനത്തിനായി ഉപയോഗിച്ച വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത അമീർ റാഷിദ് അലി, സാങ്കേതിക സഹായം നൽകിയ ജാസിർ ബിലാൽ വാനി എന്നിവരുൾപ്പെടെയുള്ള 2 പേരെ NIA നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. സ്ഫോടനത്തിന് മണിക്കൂറുകൾ മുമ്പ് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ നിറച്ച ഹ്യുണ്ടായി i20 2900 കിലോയോളം സ്ഫോടക വസ്തുക്കൾ ഫരീദാബാദിലെ ഒരു വാഹന ഡീലറിൽ നിന്നാണ് കണ്ടെത്തിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. ഡൽഹി പോലീസ്, ജമ്മു കാശ്മീർ പോലീസ്, ഹരിയാന പോലീസ്, UP പോലീസ് എന്നിവരുൾപ്പെടെയുള്ള മറ്റ് ഏജൻസികളുമായി സഹകരിച്ച് NIA ഇതുവരെ 73 സാക്ഷികളെ പരിശോധിക്കുകയും വിവിധ സംസ്ഥാനങ്ങളിലെ വിവരങ്ങൾ പിന്തുടരുകയും ചെയ്തു വരുന്നു. ചെങ്കോട്ട സ്ഫോടനം രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അതീവ ഗൗരവകരമായിട്ടുള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ഭീകരാക്രമണത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാർ കേസ് NIA-യ്ക്ക് ഏൽപ്പിക്കുകയായിരുന്നു. ഓരോ പുതിയ കണ്ടെത്തലുകളും ഭീകരരുടെ പ്രവർത്തന രീതിയും അവർക്ക് അതിർത്തി കടന്നുള്ള ബന്ധങ്ങളുണ്ടോ എന്ന കാര്യവും സ്ഥാപിക്കാൻ ഏജൻസിയെ സഹായിക്കുന്നു. ഈ ആക്രമണത്തിന് പിന്നിലെ എല്ലാ കണ്ണികളെയും ലക്ഷ്യമിട്ടിട്ടുള്ള രാജ്യവ്യാപകമായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഭീകര ശൃംഖലയുടെ ഓരോ ഭാഗവും തകർക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടുതൽ അടുത്തെത്തുകയാണെന്നുള്ള സൂചനയാണ് ഏജൻസികൾ നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.